എല്ലാ കൂട്ടുകാർക്കും അച്ചൂസ് ഫ്ലവറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ മാങ്ങേൻ്റെയൊക്കെ സീസൺ ആയതുകൊണ്ട് ഒരു മാങ്ങാ പച്ചടീൻ്റെ റെസിപ്പിയാണ്. വിഷുവിനൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഒരു അടിപൊളി പച്ചടീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് 2 മാങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. പിന്നെ ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1 കപ്പ് തേങ്ങ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കടുക്, പിന്നെ ഒരു 3/4 കപ്പോളം അധികം പുളിയില്ലാത്ത തൈര്. മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് വേണം തൈര് എടുക്കാൻ വേണ്ടിയിട്ട്. അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 1 തണ്ട് കറിവേപ്പില. ഇത്രയാണ് വേണ്ടുന്നത്. ഇനി ഇതിൻ്റെ പ്രിപ്പറേഷൻ നമുക്കൊന്ന് നോക്കാം. മാങ്ങ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുണ്ടാക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ വേറെ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മാങ്ങയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് വേവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 2 എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളക്, പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന കടുക് കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാങ്ങ വെന്തോന്ന് നോക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് മാങ്ങ വെന്തോന്നൊന്ന് നോക്കാം. മാങ്ങ എല്ലാം അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. തേങ്ങയുടെയൊക്കെ ഒരു പച്ചച്ചൊവ പോകുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത്, ഒന്ന് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് തൈര് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് അധികം പുളിയില്ലാത്ത തൈര് ഒന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഈ പാത്രത്തിൻ്റെ ചൂടിൽ തന്നെ ഇരുന്നിട്ട് ഇതൊന്ന് സെറ്റായിക്കോളും. ഇനി നമുക്കിതിലേക്ക് കടുക് കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇടാവുന്നതാണ്. മൂടി വെച്ചിട്ട് വയ്ക്കാം. കടുക് വറുത്തിടാനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 തണ്ട് കറിവേപ്പില കൂടെ. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാ പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു ആൻഡ് ബൈ ബൈ.